കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണം കോർപ്പറേഷന്റെ അറിവോടെയെന്ന് വ്യാപാരികൾ. അനധികൃത നിർമ്മാണത്തിനും കോർപ്പറേഷനിൽ പണം അടയ്ക്കുന്നുണ്ട് എന്നാണ് വ്യാപാരികൾ ജനം ടിവിയോട് പറഞ്ഞത്. അതിനിടെ തീപിടുത്തമുണ്ടായ വ്യാപാര സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാർ തമ്മിലുള്ള തർക്കവും പരിശോധിക്കുന്നുണ്ട്. തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക നിഗമനം. അനധികൃതമാണോ അല്ല എന്നുള്ളത് കോർപ്പറേഷനാണ് പറയേണ്ടത്. എന്നുള്ള കോർപ്പറേഷൻ ബിൽഡിംഗ് ആണിത്, ഒരു പ്രൈവറ്റ് ബിൽഡിംഗ് അല്ല, കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. അവരിത് അത് ശരിക്കും പറഞ്ഞാൽ അത്ര സ്പേസ് ഒന്നും പണ്ടില്ലായിരുന്നു. ഒരു 12 വർഷം മുന്നേ വരെ അത്ര ഇല്ലായിരുന്നു. പിന്നെ അത് കൊട്ടിയടച്ചെടുത്തൊക്കെ അനധികൃതമാണോ അല്ല എന്നുള്ളത് വാടക വാങ്ങുന്നുണ്ടോ കോർപ്പറേഷൻ തന്നെയാണ് പറയേണ്ടത്. പല ഷോപ്പിനും കൂട്ടിയെടുക്കുന്ന സമയം അതിന് അനുയോജ്യമായ വാടക വെച്ചിട്ട് അവർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതും അതേപോലെ തന്നെ വാടക വാങ്ങേണ്ടത് തന്നെ. വാടക വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദിത്വം കോർപ്പറേഷനാണത്. വ്യാപാരി വ്യവസായി മാവൂർ റോഡ് യൂണിറ്റ് ട്രഷറർ ഷമീറിൻ്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അനഘ ഹർഷൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനഘ, ഈ വ്യാപാരികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്നത് വസ്തുത, പക്ഷേ കോർപ്പറേഷൻ അറിഞ്ഞുകൊണ്ടാണ് അവിടെ മറ്റു കാര്യങ്ങൾ നടക്കുന്നതെന്ന വ്യാപാരികളുടെ വാദം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനു, കൃത്യമായി തന്നെ നേരത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ട്രഷററായിട്ടുള്ള ഷമീറാണ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ കോർപ്പറേഷന്റെ ഈ കെട്ടിടത്തിൽ അനധികൃതമായി ചില നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്. ആ നിർമ്മിതികൾ കാരണമാണ് കൃത്യമായി ഫയർ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എത്തി തീ കൃത്യസമയത്ത് അണയ്ക്കാൻ സാധിക്കാതിരുന്നത്. അത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം ഉണ്ടായതുകൊണ്ടാണ്. നേരത്തെ കോർപ്പറേഷൻ മേയർ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കോർപ്പറേഷൻ മേയർ നേരത്തെ ചോദിച്ചിരുന്നത്. പക്ഷേ കൃത്യമായി തന്നെ അത്തരത്തിലുള്ള അനധികൃത നിർമ്മാണം അത് കോർപ്പറേഷന് അറിയാം. മാത്രമല്ല, അങ്ങനെയുള്ള നിർമ്മിതികൾക്ക് കൃത്യമായി കോർപ്പറേഷനിൽ പണം അടയ്ക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യാപാരി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത് നഗരമധ്യത്തിലാണ്, ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കോർപ്പറേഷന്റെ ഒരു ഹെൽത്ത് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിരന്തരം ഈ ഭാഗത്തുകൂടി പോകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിർമ്മിതികളെ കുറിച്ച് കോർപ്പറേഷൻ അറിയില്ല എന്ന് പറയുന്ന വാദം ഒരു ഘട്ടത്തിൽ പോലും നിലനിൽക്കില്ല. മറ്റൊന്ന്, നിലവിൽ എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം എന്നതിനെ കുറിച്ചുള്ള പരിശോധനകളാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥരുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്. മാത്രമല്ല, ഈ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ആളുകൾ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ നീങ്ങുന്നില്ല എന്നതാണ്. ഇത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ സെന്റർ, ഇവിടെയാണ് ആദ്യം തീ പടർന്നത്. ആ തീ പടർന്നതാണ് ഈ കെട്ടിടത്തിന് മുകളിലേക്ക് മുഴുവനായും വ്യാപിച്ചത്. പക്ഷെ അവിടെയാണ് ഒരു ദുരൂഹതയുള്ളത്. ഈ കാലിക്കറ്റ് ട്രേഡ് സെന്റർ, ഈ തുണി വ്യാപാര ഉടമയുടെ പാർട്ട്ണറും തമ്മിൽ ഈ മാസം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വലിയ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് വ്യാപാരി പാർട്ട്ണർ ഈ ടെക്സ്റ്റൈൽസ് ഉടമയെ കുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോഴും ഈ തടവിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഏതെങ്കിലും വിദ്വേഷത്തിൽ മറ്റാരെങ്കിലും ഇത് കത്തിച്ചതാണോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഇപ്പോഴാണ് നിലവിൽ നമ്മളിപ്പോൾ വാർത്ത എടുക്കുന്ന ഈ സമയത്താണ് ഉള്ളിൽ പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നത്. അങ്ങനെ യാതൊരുവിധ പരിശോധനയും നടക്കുന്നതിന് മുമ്പ് പോലീസിന്റെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷോർട്ട് സർക്യൂട്ടാണ് പ്രാഥമിക നിഗമനം. ഈ സംഭവത്തിൽ ദുരൂഹതകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം കണ്ണുകൊണ്ട് നോക്കി നിൽക്കുക മാത്രമാണ് ഇവിടെ മറ്റുദ്യോഗസ്ഥരൊക്കെ ചെയ്തത്. ഇപ്പോഴാണ് നിലവിൽ ഉള്ളിൽ കയറി പരിശോധന നടക്കുന്നത്. അങ്ങനെ പരിശോധന നടക്കുന്നതിന് മുൻപ് തന്നെ ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് നിഗമനത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ഉള്ളിൽ പരിശോധന നടക്കുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കാരണമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് കൈമാറും. അതിനുശേഷം 2 ദിവസത്തിനകം തന്നെ ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു റിപ്പോർട്ട് സർക്കാരിലേക്ക് കൈമാറും. എന്തായാലും നിലവിൽ ഈ സ്ഥാപനത്തിനുള്ളിൽ കൃത്യമായ ഒരു പരിശോധന
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മണിക്കൂറുകൾ എടുക്കും. വൈകുന്നേരത്തോടു കൂടി മാത്രമായിരിക്കും ഈ പരിശോധന പൂർത്തിയാകുകയുള്ളൂ എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ കെട്ടിടത്തിന് താഴെ നിരവധി കടകളുണ്ട്. തീ പിടിക്കാത്ത കടകളൊക്കെ ഉണ്ട്. അവർക്ക് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രം കട തുറന്നാൽ മതി എന്നതടക്കമുള്ള നിർദ്ദേശമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഉപജീവന മാർഗമാണ്, എന്ത് ചെയ്യും എന്നൊരു പ്രതിസന്ധിയിലാണ് ആ കടക്കാരൊക്കെ ഉള്ളത്. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം, കൃത്യമായ നഷ്ടപരിഹാരം ഉണ്ടാകണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യാപാരികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും അനു, നിലവിൽ ഇപ്പോൾ ഇവിടെ കെട്ടിടത്തിനുള്ളിൽ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന പൂർത്തിയായാൽ മാത്രമേ എന്താണ് തീപിടുത്തത്തിന്റെ കാരണം, അല്ലെങ്കിൽ തീ കത്തിച്ചതാണോ, അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ പരിശോധന പൂർത്തിയാകണം. പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരണം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ പരിശോധന പൂർത്തിയാക്കി പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എല്ലാ ദുരൂഹതയും മാറേണ്ടതുണ്ട്. കാരണം ഇന്ന് വരെ കോഴിക്കോട് കണ്ടിട്ടില്ലാത്ത ആ ഒരു ആശങ്കയുടെ നിമിഷത്തിലൂടെയായിരുന്നു ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ കടന്നുപോയത്. 5 മണിക്കൂറാണ് ഈ നഗരമധ്യത്തിലെ ഈ കെട്ടിടം നിന്ന് കത്തിയത്. മാത്രമല്ല, ഈ വിഷയത്തോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, കോഴിക്കോട് ഇത്ര വലിയൊരു നഗരമായിട്ട് പോലും ഒരു ഫയർ സ്റ്റേഷന്റെ ഒരു അഭാവം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർ യൂണിറ്റുകൾ ഈ പ്രദേശത്ത് കോഴിക്കോട് നഗരത്തിൽ സ്ഥാപിക്കണം. അതിനുവേണ്ട നടപടിയാണ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അനു, ശരി.